ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളെ ലക്ഷപ്രഭുവാക്കുന്ന ഒരു രഹസ്യം നിങ്ങളുടെ ബുദ്ധിരേഖയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് എന്താണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ബുദ്ധിരേഖ നോക്കിക്കൊള്ളുക. അപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഇടത് കൈ നോക്കുക, പുരുഷന്മാരാണെങ്കിൽ വലത് കൈ നോക്കുക. ബുദ്ധിരേഖ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം. ഞാനെങ്കിലും വരച്ച് കാണിക്കുന്നുണ്ട്. നമ്മുടെ 3 രേഖകളാണ്. ഇപ്പോൾ ഇത് ആയുർ രേഖ, ഇത് കണ്ടല്ലോ, ഇത് ആയുർ രേഖ, ഈ കാണുന്ന ആയുർ രേഖ, ഈ കാണുന്നത് ബുദ്ധിരേഖ, പിന്നെ ഈ കാണുന്നത് ഹൃദയരേഖ. ഇങ്ങനെ 3 ബേസ് രേഖകളാണ്. ഞാനതൊരു പേപ്പറിൽ വരച്ച് കാണിക്കാം. ഓരോരുത്തരുടെയും ബുദ്ധിരേഖയിൽ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന, നിങ്ങളെ ലക്ഷപ്രഭുവാക്കുന്ന ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് മനസ്സിലാക്കി നിങ്ങൾ അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ മാറ്റം വരും. ചെയ്തു നോക്കുക, സ്വയം അനുഭവിച്ചറിയുക. ഞാൻ പിന്നെ ബുദ്ധിരേഖയിലെ കുറേ കാര്യങ്ങളൂടെ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം നിങ്ങളുടെ ബുദ്ധിരേഖയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ രഹസ്യം പറഞ്ഞു തരാം. പിന്നെ ബുദ്ധിരേഖയിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. നിങ്ങളെ സമ്പത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നിങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളത് ശ്രദ്ധയോടുകൂടി അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്തത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ എനിക്ക് സമയമില്ല, പിന്നെ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് കൊടുക്കും. ആ ഡേറ്റിൽ വേണ്ട നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. ഞാൻ ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും നല്ല പ്രാർത്ഥനകളും മാത്രമേ പറയത്തുള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അത് ആവശ്യമുള്ളവർ ചെയ്യാതിരിക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, കാരണം ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. കാരണം ഈ മാസങ്ങളോളം ഇങ്ങനെ ബുക്കിംഗ് വന്ന് അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ വാട്സപ്പ് ഇടുമ്പോൾ ഞാൻ ഫ്രീ ആകുമ്പോൾ ഒരു ഡേറ്റ് കൊടുക്കും. ധൃതി വെച്ചിട്ടൊന്നും കാര്യമില്ല, എല്ലാവരെയും നോക്കാനും പറ്റത്തില്ല. പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും. അതിനാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. പറ്റുന്നവർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഇത് ആവശ്യമുണ്ട് ചെയ്യാമല്ലോ, ചെയ്യാതിരിക്കാം. ഏതായാലും നിങ്ങളിത് കണ്ടു നോക്കുക, ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതം മാറുകയില്ലയോ എന്ന് നിങ്ങൾക്ക് അപ്പം അറിയാൻ പറ്റും. സ്വയം അനുഭവിച്ചറിയുക. ഞാൻ ചെയ്തവരെല്ലാം ജീവിതം മാറിയിട്ടുണ്ട്, ശരിയായിട്ട് ചെയ്ത്. അപ്പോൾ അത് നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾക്കും അത് അനുഭവത്തിൽ വരും. നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ ബാക്കി കാര്യം ചിന്തിച്ചാൽ മതി. നോക്കണോ നോക്കണ്ടയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇത് പറയുന്നത് എനിക്ക് ശിവഭഗവാന്റെ കൃപ കൊണ്ട് കിട്ടിയ വിദ്യയാണ്. ഈ ഹസ്തരേഖയാണേലും സംഖ്യാജ്യോതിഷമാണേലും ഗ്രഹനില ആണെങ്കിലും എല്ലാം ഭഗവാന്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നു. ശിവ എല്ലാം പറഞ്ഞുതരാം. അപ്പോഴേ ബുദ്ധിരേഖ, ഇപ്പം ചിലരെങ്കിലും വിചാരിക്കും ഇപ്പോൾ ബുദ്ധിരേഖയിൽ എന്തോ ഇരിക്കുന്നു, ഒരു രേഖയിൽ എന്തോ ഇരിക്കുന്നു. നിങ്ങളത് ചെയ്ത് നോക്കും, മനസ്സിലാകും എന്തോ ഇരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ അവർ അതിസമ്പന്നരായിട്ടുണ്ട്, അല്ല വലിയ സാമ്പത്തികം വന്നിട്ടുണ്ട്, ലക്ഷപ്രഭുക്കളായിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ചെയ്ത് നോക്കുക, അപ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഇത് ആ പുരുഷന്മാരുടെ വലത് കൈയും സ്ത്രീകളുടെ ഇടത് കൈയും കൊണ്ടും ഞാനീ പറയുന്ന എല്ലാ കാര്യം ചിന്തിച്ചോണം കേട്ടോ. ഞാനിപ്പോൾ ഇതിന് മനസ്സിലാകാൻ വേണ്ടി കാണിക്കുന്നേ ഉള്ളൂ. പുരുഷന്മാർക്ക് ഞാനീ പറയുന്ന എല്ലാ കാര്യം വലത് കൈ കൊണ്ട് ചിന്തിക്കുക, സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ട് ചിന്തിക്കുക. ഇത് ആയുർ രേഖയാണ്. ഇത് ആയുർ രേഖ കേട്ടോ. ഒന്നുകൂടെ പറയാം. ഇത് ആയുർ രേഖ, ഇത് ബുദ്ധിരേഖ, ഇത് ഹൃദയരേഖ. മനസ്സിലായല്ലോ. ഈ ബുദ്ധിരേഖ കണ്ടല്ലോ, ഈ ബുദ്ധിരേഖ കൈയുടെ മധ്യഭാഗം കണ്ടോ, ഇത് മധ്യഭാഗം. ഈ മധ്യഭാഗത്തു നിന്ന് വളരെ താഴ്ന്നു സഞ്ചരിക്കുകയാണെങ്കിൽ, ഞാനിത് ആരോ കൊണ്ട് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ബുദ്ധിരേഖ കൈയുടെ മധ്യഭാഗത്തു നിന്നും താഴ്ന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ, ചിലർക്ക് നന്നായിട്ട് താഴ്ന്ന് സഞ്ചരിക്കും, ചിലർക്ക് കുറച്ച് താഴ്ന്ന് സഞ്ചരിക്കും, ചിലർക്ക് ഒരു അല്പം താഴ്ന്ന് സഞ്ചരിക്കും. എങ്ങനെയാണെങ്കിലും ഈ മധ്യഭാഗത്തു നിന്ന്, അത് ഞാൻ ആരോ കൊണ്ട് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഈ മധ്യഭാഗത്തു നിന്ന് താഴ്ന്ന് സഞ്ചരിച്ചാൽ കണ്ടോ, ഈ ചിത്രത്തിൽ ഈ മധ്യഭാഗം, കൈയുടെ മധ്യഭാഗം, ഈ മധ്യഭാഗത്തു നിന്നും താഴ്ന്നാണ് ഈ ബുദ്ധിരേഖ സഞ്ചരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇങ്ങനെ ബുദ്ധിരേഖ സഞ്ചരിച്ചാൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചകൾ ഉണ്ടാകാൻ വളരെ കാലതാമസമെടുക്കും. ഇപ്പോൾ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തികം, അല്ലെങ്കിൽ നല്ലൊരു വീട്, നല്ലൊരു കുടുംബം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക ഉയർച്ച, വരുമാനം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു നല്ല ഡെവലപ്മെൻറ്റിലേക്ക് വരുവാൻ വേണ്ടി കാലതാമസം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ജീവിതം മാറാനുള്ള ഒരു
അതിസമ്പന്നനാക്കാനുള്ള രഹസ്യമുണ്ട്. എന്താണെന്നറിയോ? ആരുടെ ആണെങ്കിലും കൈയുടെ മധ്യഭാഗത്തു നിന്ന് ബുദ്ധിരേഖ താഴ്ന്നു സഞ്ചരിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ഭദ്രകാളിക്ക് വെളുപ്പിനെ പോയി, രാവിലെ പോയി, ഒരു 6-നും 6:30-ക്കോ അല്ലെ 6-നും 7 മണിക്കോ ഇടയ്ക്ക് പോയി കടുംപായസത്തിന് രസീത് എടുക്കുക. അതേ ഒരു ചെമ്പരത്തിമാലയും കൂടെ വെക്കുക. ഇനി ചെമ്പരത്തിമാല ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയുടെ രസീത് വെക്കുക. ഇപ്പോൾ മലബാറിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചെമ്പരത്തിമാല വെക്കാൻ പറ്റത്തില്ലെന്ന് അവർ പറയുന്നത്. ചെമ്പരത്തിമാല വെക്കാൻ പറ്റുന്ന ഒരു കടുംപായസത്തിന് രസീത് എടുക്കുക, ഒരു ചെമ്പരത്തിമാല അതേ വെക്കുക. ഇനി ചെമ്പരത്തിമാല പറ്റാത്തൊരു കടുംപായസത്തിന് രസീത് എടുത്ത് അതൊരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയുടെ രസീതിലൂടെ വെക്കുക. അപ്പോൾ ഒന്നുകിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ചെമ്പരത്തിമാല, ഇതിലേതെങ്കിലും ഒന്ന് മതി. കടുംപായസം എന്തായാലും വേണം. എന്നിട്ട് നടയ്ക്ക് നേരെ നിന്ന് അമ്മ എനിക്ക് സാമ്പത്തികം നൽകണേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് അമ്മയിൽ ഉറച്ചു പ്രാർത്ഥിച്ച് നടയ്ക്ക് വെക്കുക. വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. കുളമുള്ള ക്ഷേത്രം തന്നെ തിരഞ്ഞെടുക്കണം. അവിടെ മലരുകൊണ്ട് മീനോട്ടൂടെ നടത്തണം. വെറുതെ മീൻ മലരിട്ട് കൊടുക്കുക. അങ്ങനെ ഭദ്രകാളി പ്രീതി, ഇങ്ങനെ കൈയുടെ മധ്യഭാഗത്തു നിന്നും ബുദ്ധിരേഖ താഴ്ന്നു സഞ്ചരിച്ചാൽ ഭദ്രകാളി പ്രീതി ഉണ്ടായാൽ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക. അതേ ഞാൻ പറയത്തുള്ളൂ. ക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രീതി ഉണ്ടായാൽ ആ വ്യക്തി അതിസമ്പന്നനായി തീരുമെന്നുള്ളതാണ്. അത് അനുഭവമാണ്. നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കുക, വിശ്വാസത്തോടെ ചെയ്യുക. അതായത് വഴിപാട് ചെയ്യുമ്പോൾ ഞാൻ അമ്മയിൽ കൂടുതൽ വിശ്വസിച്ചാൽ നിങ്ങൾക്കത് ഫലമാകും. അതിനെ അമ്മയെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ രക്ഷപ്പെടത്തില്ല എന്നുണ്ടെങ്കിൽ രക്ഷപ്പെടത്തില്ല. കൂടുതൽ എന്ത് വിശ്വസിക്കുന്നത് അത് നടക്കും. അമ്മയെ കൂടുതൽ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അങ്ങനെ ചെയ്തവരെല്ലാം അതിസമ്പന്നരായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു വെള്ളിയാഴ്ച ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകുന്നതല്ല. വെള്ളിയാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. അതുപോലെ നിങ്ങൾ അമ്മയെ, നിങ്ങൾ രക്ഷപ്പെടത്തില്ല എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ അമ്മയെ വിശ്വസിക്കണം. അപ്പോഴേ മാറത്തുള്ളൂ. ഇത് ഒരു കയ്യിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമാണ്. ഭദ്രകാളിയാണ് ഇതിന് വിളിക്കേണ്ടത്. ഭദ്രകാളിക്കാണ് വഴിപാട് ചെയ്യേണ്ടത്. കൈയുടെ മധ്യഭാഗത്തു നിന്ന് ബുദ്ധിരേഖ താഴ്ന്നു സഞ്ചരിച്ചാൽ ഉറപ്പാണ്. ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്, സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്തുക. ഇനിയും ബുദ്ധിരേഖയുടെ മറ്റു ചില രഹസ്യങ്ങളാണ്. ഈ ബുദ്ധിരേഖയുടെ മുകൾ ഭാഗത്ത് ഇതുപോലെ ചെറിയൊരു രേഖ കാണുക. വ്യക്തമായിട്ട് കാണണം, മങ്ങിക്കണ്ട കാര്യമില്ല, വ്യക്തമായിട്ട് കാണുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സാമ്പത്തികം ഉണ്ടാകും എന്നുള്ള ഒരു സൂചന തന്നെയാണ്. സാമ്പത്തികം വരാനുള്ള ഒരു സൂചന തന്നെയാണ്. പിന്നെ അത് നിങ്ങൾ വഴിപാടുകൾ ചെയ്ത് നിങ്ങൾക്ക് ഈശ്വരൻ തരുന്ന കഴിവുകൾ പ്രയോജനപ്പെടുത്തി നിങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് സാമ്പത്തികം കയ്യിലോട്ട് വരുന്നത്. പക്ഷെ ഇങ്ങനെ രേഖയുള്ള വ്യക്തിക്ക് അത് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ആ ഒരു സൂചനയാണ്. അത് അയാൾ പ്രയോജനപ്പെടുത്തിയാൽ അയാൾക്ക് ആ നിലയിലുള്ള വലിയ സാമ്പത്തികം വരും എന്നുള്ളതാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർ മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഇനിയും ഇതുകൊണ്ട് ഇത് ബുദ്ധിരേഖയാണ്. ഇത് വിധിരേഖ അല്ലെങ്കിൽ ഭാഗ്യരേഖ. ഇതിങ്ങനെ ഒരു കിരണരേഖ, ഈ രണ്ട് രേഖയും ബുദ്ധിരേഖയും ഭാഗ്യരേഖയും മുറിച്ച് കിടക്കുന്നു. ഇവിടെ ഒരു ത്രികോണം പോലെ രൂപപ്പെടും. ഇങ്ങനെ ത്രികോണം ബുദ്ധിരേഖയുടെ താഴെ കണ്ടാൽ വളരെ റിച്ച് ആകാനുള്ളൊരു യോഗം തന്നെയാണ്. ഈ രേഖകൾക്ക് മങ്ങൽ വരിക ഒക്കെ ഉണ്ടെങ്കിൽ ഭാഗ്യ തടസ്സം ഉണ്ടാകും. ഈ രേഖകളിൽ കുറുകെ രേഖകൾ തടസ്സം ഉണ്ടാകുക, ഭാഗ്യ തടസ്സം ഉണ്ടാകും. വ്യക്തമായി തടസ്സമില്ലാതെ ഇങ്ങനെ ഒരു ത്രികോണം ബുദ്ധിരേഖയ്ക്ക് താഴെ രൂപപ്പെടുകയാണെങ്കിൽ അത് വളരെ റിച്ച് ആകാനുള്ള യോഗം തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനിച്ച സമയം അനുസരിച്ച്, നിങ്ങളുടെ ഗ്രഹനില അനുസരിച്ച്, നിങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ കൈരേഖയിലെ മറ്റു രേഖകളും മറ്റു മണ്ഡലങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഏതെങ്കിലും ഭാഗ്യദോഷങ്ങൾ കാണും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ഈശ്വരനെ വിളിച്ചാൽ അത് അനുഭവത്തിൽ വരും. ഇത് സാധാരണഗതിയിൽ സാമാന്യമായിട്ട് പറഞ്ഞാൽ ഇത് റിച്ച് ആകാനുള്ളൊരു യോഗം തന്നെയാണ്. നിങ്ങൾ ഈശ്വരാധീനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വഴിപാടുകളൊക്കെ ചെയ്താൽ, നിങ്ങളുടെ കുടുംബക്ഷേത്രം അറിയാമെങ്കിൽ അവിടെ പോവുക, വഴിപാട് ചെയ്യുക. വ്യാഴാഴ്ചയും അതുപോലെ മലയാള മാസം 1-ാം തീയതിയും കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് പാൽപ്പായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും പുരുഷസൂക്താർച്ചനയും ചെയ്യുക. ഭഗവാൻ അല്പം ഒന്നുകിൽ ചില്ലറ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള പോലെ ഒരു പിടിപ്പണം സമർപ്പിക്കുക. ഇതൊക്കെ ചെയ്താൽ വളരെ പെട്ടെന്ന് ഭാഗ്യം ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ അനുഭവത്തിലൂടെ കണ്ട കാര്യം. അപ്പോൾ നിങ്ങളുടെ ആവശ്യം പോലെ അത് പ്രയോജനപ്പെടുത്തുക. ഇനിയും പറയാൻ പോകുന്നത് ബുദ്ധിരേഖയിൽ കണ്ടോ, ഇത് ബുദ്ധിരേഖയാണെന്ന് പറഞ്ഞു. ബുദ്ധിരേഖയിൽ തന്നെ ഇങ്ങനെ കുറുകെ ഒരു രേഖ മുറിച്ച് കടക്കുക. ഇത് ഇവിടെയാണേലും എവിടെയാണേലും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇങ്ങനെ ഒരു ചെറിയ രേഖ ബുദ്ധിരേഖയെ മുറിച്ച് കടക്കുക. അപ്പോൾ കേട്ടോ, ഈ രേഖയെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ മുറിച്ച് കടക്കുക. ഇങ്ങനെ മുറിച്ച് കടന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായ തടസ്സം, സാമ്പത്തികമായ ബ്ലോക്ക്,
പണം ഒരാൾ തരാമെന്ന് പറഞ്ഞു വെച്ചാൽ പോലും കിട്ടത്തില്ല. പിന്നെ ലോൺ ഇപ്പം സാങ്ഷൻ ആണെന്ന് വിചാരിക്കുക, അതാണെങ്കിൽ പോലും ഇങ്ങനെ താമസിക്കും നമ്മുടെ കയ്യിലോട്ട് കിട്ടാൻ. അതുപോലെ ഏത് കാര്യത്തിനും തടസ്സം, തൊഴിൽ തടസ്സം, തൊഴിൽ സ്തംഭനം, സാമ്പത്തിക സ്തംഭനം, ഇതൊക്കെ അതുണ്ടാക്കും. ഈ സമയത്ത് സാമ്പത്തികമായി പുതിയ കാര്യങ്ങളിൽ കാശ് മുടക്കിയാൽ അതുപോലും ചിലപ്പോൾ നഷ്ടപ്പെടാം. പുതിയൊരു ബിസിനസ്സിനോ അല്ലെങ്കിൽ ബിസിനസ് ഒന്ന് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങാനോ ഒക്കെ അതിൽ പൈസ മുടക്കിയാൽ ബിസിനസ് ഉള്ളവരും ആ പൈസ ചിലപ്പോൾ നഷ്ടപ്പെടാം. അതുപോലെ സാമ്പത്തികമായ കടക്കണികളെ ബാധ്യതകളൊക്കെ ഉണ്ടാകാം. അതിനെല്ലാം ഭദ്രകാളിക്ക് നിങ്ങൾ വെള്ളിയാഴ്ച കടുംബായുസവും അഷ്ടോത്തരാർച്ചനയും ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് നല്ലതാണ്. ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കാൻ നല്ലതാണ്. മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച രാവിലെ ഒരു ഗണപതി ഹോമം ഒരു ഭഗവതി സേവയും കൊടുക്കുക. ഇത് മാസത്തിൽ 1 വീതം ആവർത്തിക്കാൻ നല്ലതാണ്. തിങ്കളാഴ്ച ശിവഭഗവാന് തിങ്കളാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ നമശിവായ ഓം ചേർക്കാതെ നമശിവായ ജപിച്ച് നെയ്വിളക്ക്, ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക് സമർപ്പിക്കുക. സാമ്പത്തികം തന്നെ ആവശ്യപ്പെടുക. ഒരു ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലിയും കൂടെ കൊടുക്കുക. ഇത് തന്നെ ശനിയാഴ്ച വൈകിട്ടും ചെയ്യുക ശിവക്ഷേത്രത്തിൽ. ഇത് ആവർത്തിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ആവശ്യം പോലെ അത് ചെയ്യുക. ഇനിയും പറയാൻ പോകുന്നത് ഇത് കണ്ടോ, ഇത് ബുദ്ധിരേഖയാണ്. ഈ ബുദ്ധിരേഖയ്ക്കും ഇത് ഹൃദയരേഖ. ഈ ഹൃദയരേഖയ്ക്കും മധ്യയുള്ള ഭാഗം അത് നടുവിരലിന് താഴെയോ ചൂണ്ടുവിരലിന് താഴെയോ ഈ 2 വിരലിന് താഴെ എവിടെയെങ്കിലും ആയാൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഭാഗത്ത് ബുദ്ധിരേഖയ്ക്കും ഹൃദയരേഖയ്ക്കും ഇടയിലുള്ള ഭാഗത്ത് ഇതുപോലെ കണ്ടോ ചെറു രേഖകൾ കാണുക. ഇങ്ങനെ ചെറു രേഖകൾ കാണുക, മുറി രേഖകൾ കാണുക. ഈ രേഖകളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരക്കാർ എന്തു ചെയ്താലും അവിടെയൊക്കെ പ്രശ്നങ്ങളായിരിക്കും, തടസ്സങ്ങളായിരിക്കും. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എന്തൊക്കെ ചെയ്താലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പലപ്പോഴും പ്രതിസന്ധി തന്നെയായിരിക്കും. കാരണം ഞാൻ ഇത്തരം വിഷയങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ 10 വർഷത്തിലേറെയായി 10,000-കണക്കിന് കൈരേഖകൾ, ഗ്രഹനിലകൾ, സംഖ്യാജ്യോതിഷം ഇതെല്ലാം പരിശോധിച്ച് ശരിയായി മനസ്സിലാക്കി ശരിയായ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി ചെയ്തവർക്കൊക്കെ ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു അറിവല്ല, തിരിച്ചറിവെന്നായി പറഞ്ഞായിരുന്നു. ഇത് പുസ്തകത്തിൽ ഒന്നും കിട്ടത്തില്ല, ഇത് ചെയ്തുള്ള പരിചയമാണ്. തിരിച്ചറിവിന്ന് കിട്ടുന്ന പിന്നെ ശിവകൃപ, ഭഗവാന്റെ ആ കൃപ കൊണ്ടും കിട്ടുന്ന കാര്യമാണ്. ഈ രേഖയുള്ളവർ കൃത്യമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു. അതായത് ഈ രേഖയുള്ളവർ പല ബിസിനസ്സുകൾ അല്ലെ തൊഴിലുകൾ അല്ലെ സ്ഥാപനങ്ങൾ എവിടെ ജോലി ചെയ്താലും ഒരു തരത്തിലും അങ്ങോട്ട് രക്ഷപ്പെടാൻ ഒരു തടസ്സങ്ങളാണ്. അപ്പം ഞാൻ ഇങ്ങനെയുള്ളവരോട് പറയുന്ന ഫസ്റ്റ് കാര്യം, ഇത് നമ്മൾ വെളിയിലൊക്കെ പോകുന്നു, അല്ലെ അയൽപക്കത്ത് പോകുന്നു, നൈബേഴ്സിൻ്റെ വീട്ടിൽ പോകുന്നു, അല്ലെ ബന്ധുക്കാരുടെ വീട്ടിൽ പോകുന്നു, അല്ലെ കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ ചിലപ്പോൾ ഭക്ഷണമോ വെള്ളമോ ഒക്കെ നമുക്ക് നൽകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുന്നത് തെറ്റില്ല. പക്ഷേ നമ്മൾ കഴിവത് ഒഴിവാക്കണം. അതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? ഈ രേഖയുള്ളവർ അതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? നിങ്ങളോട് മനസ്സിൽ വെറുപ്പോടുകൂടി, ഉള്ളിൽ വെറുപ്പോടുകൂടി നിങ്ങളുടെ ഉയർച്ചയിലോ അല്ലെ നിങ്ങളുടെ ഏതെങ്കിലും കാര്യത്തിൽ ഒരു വെറുപ്പുണ്ടെങ്കിൽ ആ ഉള്ളിൽ വെറുപ്പോടുകൂടി വെളിയിൽ ചിരിച്ചുകൊണ്ട് ഭക്ഷണമോ വെള്ളമോ തന്നു കഴിഞ്ഞാൽ ആ ചിന്തയാകുന്ന നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കും. എന്ന് വെച്ചാൽ അവർ ആ ഭക്ഷണത്തിലെ വെള്ളത്തിൽ ഒന്നും ചേർക്കുമെന്നോ അല്ല ഞാൻ പറയുന്നത്. അവരുടെ മനസ്സിലെ ആ ചിന്തയാകുന്ന നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കും. അതിപ്പോൾ ആരാന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഊഹിച്ചാലും അത് ശരിയാകത്തില്ല. ഒരിക്കലും ആരെയും ഊഹം കൊണ്ട് സംശയിക്കരുത്. അതിന് നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ കഴിവത് ഒഴിവാക്കുക. എന്ന് വെച്ചാൽ ആരോടും പണക്കണമെന്നോ ആരോടും വഴക്ക് പിടിക്കണമെന്നോ എല്ലാവരും മോശക്കാരാണെന്നോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ചിലർക്കെങ്കിലും നമ്മളോട് ഒരു അസൂയ കാര്യം അത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മൾ ഊഹിക്കുന്നതൊന്നും ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഒരിക്കലും ഊഹിക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്നാണെന്നറിയോ? അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. ഇപ്പോൾ സുഹൃത്തുക്കളാണേലും ഭക്ഷണമോ വെള്ളമോ ഒക്കെ വാങ്ങിത്തരുന്നു, എനിക്ക് വേണ്ട എന്ന് പറയുക. അതുപോലെ കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നു, അയൽപക്കത്ത് പോകുന്നു, അല്ലെങ്കിൽ ബന്ധുക്കാർ വീട്ടിൽ പോകുന്നു, കഴിവതും ഭക്ഷണവും വെള്ളമൊക്കെ അങ്ങ് ഒഴിവാക്കുക. അവിടെ നിന്ന് ഇതൊരു 3 മാസം അല്ലെങ്കിൽ 6 മാസം നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു 6 മാസം അങ്ങനെ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചവർ ഇന്ന് സ്വന്തമായിട്ട് ബിസിനസ് സ്ഥാപനങ്ങളിട്ട് വലിയ രീതിയിൽ സാമ്പത്തികമായി ഉയർച്ചയിൽ ജീവിക്കുന്നവരുണ്ട്. ഈ രേഖയുള്ളവർ പിന്നെ ചെയ്യേണ്ടത് 1-ാം തീയതി കൃഷ്ണക്ഷേത്രത്തിൽ പോകണം. അത് നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലല്ല, ദൂരെയുള്ള നല്ലൊരു യാത്രയും കൂടെ അതിനകത്ത് ഉണ്ടാകും. യാത്രയ്ക്ക് മൈൻഡ് ബ്ലോക്ക് മാറ്റാൻ പറ്റും. കാരണം ദൂരെയുള്ള ഒരു കൃഷ്ണക്ഷേത്രത്തിൽ ഇപ്പം ഞാൻ താമസിക്കുന്നത് ചങ്ങനാശ്ശേരിയാണ്. ഞങ്ങൾ പോകുന്നത് ഒന്നുകിൽ അമ്പലപ്പുഴ പോകും, അല്ലെങ്കിൽ ഗുരുവായൂർ പോകും. നമ്മൾ അങ്ങനെ ദൂരെയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ അവിടെ നിന്ന് ദൂരെയുള്ള, അപ്പോൾ തിരുവനന്തപുരംകാരാണെങ്കിൽ അവർ നേരെ തിരുവനന്തപുരത്ത് ഭഗവാനെ
പോയി പിന്നെ അനന്തപത്മനാഭ സ്വാമിയെ ഇടയ്ക്കിടയ്ക്ക് പോയി വന്നിക്കണം. അതുകൂടാതെ മലയാള മാസം 1-ാം തീയതി നിങ്ങൾ നേരെ ഗുരുവായൂർ വിടുക. ഗുരുവായൂരുള്ളവരാണ് നേരെ ഭഗവാനെ വന്നിക്കണം. അതോടൊപ്പം ഇച്ചിരി ദൂരെയുള്ള ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തോട്ട് വിടുക, അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക്. ഇങ്ങനെ ഇച്ചിരി ദൂരെയുള്ള ക്ഷേത്രത്തിൽ, അടുത്തുള്ള ദേവനെ നിങ്ങൾ എല്ലാ ആഴ്ചയിലും വണങ്ങുക. പക്ഷെ മാസത്തിലൊന്ന് ദൂരെയുള്ള ക്ഷേത്രത്തിൽ കൃഷ്ണനെ പോയി വണങ്ങണം. മലയാള മാസം 1-ാം തീയതി അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസം. അത്ഭുതകരമായ ജീവിതം മാറും, സംശയം വേണ്ട. ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണമുണ്ട്. വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം. ഈ യാത്രകൾക്കും ദൂരേക്ക് പോകണമെന്ന് പറഞ്ഞത്, യാത്രകൾക്ക് മൈൻഡ് ബ്ലോക്ക് മാറ്റാനുള്ള കഴിവുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യാത്രകൾ അങ്ങനെ മൈൻഡ് ബ്ലോക്ക് മാറ്റുന്നത് ആരെന്നെ പറഞ്ഞാൽ അപ്പടി വിശ്വസിക്കരുത്. അവനവൻ്റെ ബുദ്ധിക്കൂടെ ചിന്തിക്കണം. യാത്രകൾ എങ്ങനെ മൈൻഡ് ബ്ലോക്ക് മാറ്റുന്നത്? യാത്രകൾ പുതിയ അനുഭവങ്ങൾ തരുന്നു, പുതിയ കാഴ്ചകൾ, പുതിയ ആളുകൾ, പുതിയ അനുഭവങ്ങൾ, പുതുമയുള്ള കാര്യങ്ങളെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് പോകും. അനലറ്റിക് ബാക്കി നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് അനുഭവമുള്ള കാര്യങ്ങൾ നമ്മുടെ അനലറ്റിക് മൈൻഡിൽ തന്നെ കിടക്കും. അതുകൊണ്ടാണ് നമുക്ക് പുതുമയില്ലാത്ത കാര്യങ്ങളോട് നമുക്ക് വലിയ താല്പര്യം കാണത്തില്ല. ഇപ്പം നമ്മൾ തന്നെ ഈ സ്പോർട്സ് ഗെയിംസൊക്കെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാര്യമല്ല, ഓരോ പ്രാവശ്യവും പുതുമയാക്കാൻ, പുതിയ കളിയാണ്, പുതിയ ഇപ്പം ഓരോ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഓരോ തവണയും അത് പുതിയ മാച്ചാണ്. അപ്പോൾ അതിൽ പുതുമയുണ്ട്. എന്ത് സംഭവിക്കാം, ആരും ജയിക്കാം. പുതുമയുണ്ട്. ഈ പുതുമയുള്ളതുകൊണ്ടാണ് ഈ സ്പോർട്സ് ആൻഡ് ഗെയിംസൊക്കെ ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്തുന്നത്. പുതുമയുള്ളതിലാണ് നമ്മൾ ആനന്ദം കണ്ടെത്തുന്നത്. നമ്മൾ പുതുമ തേടി എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പോഴും പുതുമയാണ് തേടുന്നത്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് യാത്രകൾ എപ്പോഴും പുതിയ ആളുകളെ കാണുന്നു, പുതിയ സ്ഥലങ്ങൾ കാണുന്നു. ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമ്മൾ വ്യത്യസ്തമായ ആളുകളെയും വ്യത്യസ്തമായ അനുഭവങ്ങളുമാണ്. അതുകൊണ്ടാണ് ഒരു ദീർഘയാത്ര വേണം. ദീർഘയാത്ര ഒരുപാട് ദീർഘയാത്രയല്ല. ഇപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് കുറേ ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോയി മാസത്തിൽ ഒന്നെങ്കിലും ദർശനം നടത്തണം. ഈ പ്രത്യേകിച്ച് ഈ രേഖയുള്ളൂ. പിന്നെ എല്ലാവർക്കും ചെയ്താൽ നല്ലതാണിത്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയും ഇത് കണ്ടോ, ഇത് ആയുർ രേഖ, ഇത് ബുദ്ധിരേഖ. ഈ രണ്ട് രേഖയും ചേർന്ന് കാണുന്നു. ചേർന്ന് കാണുകയും ചെയ്യുന്ന കുറേ രേഖകൾ ഇങ്ങനെ ഈ രേഖയ്ക്ക് മുകളിൽ ഇങ്ങനെ ചിതറി കാണുന്നു. കുറേ രേഖകൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഈ ചൂണ്ടുവിരലിൻ്റെ താഴെ ആയുർ രേഖയും ബുദ്ധിരേഖയും ഇവിടെ ചേർന്ന് കാണുന്നു. ഇതിന് കുറേ രേഖകൾ ഇങ്ങനെ ചിതറി കാണുന്നു. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിനും കാലതാമസം, കാര്യതടസ്സം, കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും, കാരണം അത്ര ഉറപ്പുള്ളതുകൊണ്ടാവുന്നത്. കാലതാമസം, കാര്യതടസ്സം എന്ന് വെച്ചാൽ എല്ലാ കാര്യം തടസ്സപ്പെട്ടിരിക്കും. അതിന് ചെയ്യാവുന്ന കാര്യം എന്താണെന്നറിയോ? കറുത്തവാവിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കടുംബായുസവും ചുവന്ന പൂക്കളും വെള്ളപ്പൂക്കൾ കൊണ്ട് അർച്ചനയും അമ്മയ്ക്ക് ചെയ്യുക. കുളത്തിൽ മലരുകൊണ്ട് മീനോട്ട് നടത്തുക, പെട്ടെന്ന് മാറ്റം വരും. പിന്നെ വ്യാഴാഴ്ച കൃഷ്ണന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും പുരുഷസൂക്ത അർച്ചനയും കൊടുക്കുക. ശനിയാഴ്ച ശിവഭഗവാൻ ഒരു പാൽപ്പായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഒരു പിൻവിളക്കും സമർപ്പിക്കുക. സാധിക്കുന്ന പോലെ ആവർത്തിക്കുക, പെട്ടെന്ന് തടസ്സം മാറും. പക്കനാൾ തോറും ശിവന് പാൽപ്പായസം, മൃത്യുഞ്ജയാർച്ചന, ഭസ്മം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പിൻവിളക്ക്, ഇത് ആവർത്തിച്ചാലും നല്ലതാണ്. ഇതിൻ്റെ കൂടെ പെട്ടെന്ന് ജീവിതം മാറും, കാര്യങ്ങളൊക്കെ നടക്കും. ഉദ്ദേശിക്കാത്ത രീതിയിൽ സമ്പത്തും ഐശ്വര്യവും ജീവിതത്തിലേക്ക് വരും. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലല്ല ജീവിതം മാറുന്നത്. നമ്മൾക്ക് വേണ്ട കാര്യം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി, അത് കൃത്യ അളവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും അത് ചെല്ലണം. ആ വിശ്വാസത്തോടെ ചെയ്യുമ്പോൾ അതിന് കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടുകൂടി ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ഫലമായിട്ട് വരുന്നത്. അല്ലാതെ അതും ഇതൊന്നും കണ്ടു ആരും രക്ഷപ്പെട്ടിട്ടില്ല. പല കാര്യങ്ങളുടെ ഒരു വിശ്വാസമില്ലാതെ പല മണ്ടത്തരങ്ങളുടെയും പല കാര്യങ്ങളുടെയും പുറകെ നടക്കുന്നവരൊന്നും ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. അവരെന്നും പഴയ പല കാര്യങ്ങളുടെ പുറകെ നടന്നുകൊണ്ടിരിക്കും. നമുക്ക് വേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വിശ്വസിക്കുക, അതിന് വേണ്ട ഒരു വിശ്വാസം കൊടുക്കുക, അത് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക, സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. അവിടെയാണ് ജീവിതം മാറുന്നത്. ഞാൻ ഒരു ശിവയോഗിയാണ്. ക്രിയാകുണ്ടലി പ്രാണായാമം ചെറുപ്പത്തിൽ സ്വീകരിച്ചാണ്. നമ്മളോട് നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഒരു വിദ്യ ഒരു ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചാൽ അത് നമുക്ക് ബലമാകണമെന്നില്ല. അതിൽ വിശ്വസിക്കണം, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളിലാണ് അത് ഫലമാകുന്നത്. അത് ഫലമായില്ലെങ്കിൽ ആ വിദ്യയുടെ കുഴപ്പമല്ല. കാരണം ആ വിദ്യ ചെയ്തപ്പോൾ വേറെ പലർക്കും അനുഭവമായിട്ടുണ്ട്. നമുക്ക് അനുഭവമാകുന്നത് നമ്മൾ ചെയ്ത രീതിയുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമാണ്. നമ്മൾ പല കാര്യങ്ങളിലും പരാജയപ്പെടാറുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. അത് തെറ്റാണ്. നമ്മളൊരു കാര്യത്തിൽ പരാജയപ്പെടുന്നത് ഒന്നുകിൽ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം.
അല്ലെങ്കിൽ നമ്മൾ ആ കാര്യം ശരിയായ രീതിയിലല്ല ചെയ്തത്. ഈ രണ്ട് കാര്യം കൊണ്ടാണ് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പരാജയപ്പെടുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ കുറ്റമായിട്ട് കാണുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതം രക്ഷപ്പെടാത്തത്. അപ്പോൾ നമ്മുടെ ചിന്താഗതിയാണ് മാറേണ്ടത്, കാഴ്ചപ്പാടാണ് മാറേണ്ടത്. അപ്പോഴാണ് ജീവിതം മാറുന്നത്. ഇതൊക്കെ ഈശ്വരാധീനം കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. മണ്ടത്തരങ്ങളുടെ പുറകെ നടത്താൻ ഇതൊന്നും കിട്ടത്തില്ല. നല്ല രീതിയിൽ ഈശ്വരനെ വിളിക്കുക, നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുക. ദിവസവും നമുക്ക് ഈശ്വരൻ നൽകുന്ന എല്ലാ നന്മയ്ക്കും രാവിലെ ഒരു 6:30 7 മണിക്ക് കിടക്കുക ഈശ്വരനോട് നന്ദി പറയുക. ആ സമയത്തിന് പ്രാധാന്യമുണ്ട്. ഈശ്വരൻ എനിക്ക് നൽകിയ എല്ലാ ഐശ്വര്യത്തിനും എല്ലാത്തിനും നന്ദി, ബാക്കിയൊക്കെ പുറകെ വന്നോളൂവെന്നേ ദിവസവും ചെയ്യുക, നന്നായിരിക്കും കേട്ടോ. ഇനിയും ഇത് കണ്ടോ, ഇത് ആയുർരേഖ, ഇത് ബുദ്ധിരേഖ. അപ്പം ഈ ചൂണ്ടുവിരലിന് താഴെ ഈ ആയുർരേഖയും ഈ ബുദ്ധിരേഖയും ചേർന്ന് സഞ്ചരിക്കുന്നു. കുറച്ച് ദൂരം ചേർന്ന് ഒട്ടിച്ചേർന്ന് സഞ്ചരിക്കുന്നു. കണ്ടല്ലോ, ഈ ചൂണ്ടുവിരലിന് താഴെ ഈ ആയുർരേഖയും ബുദ്ധിരേഖയും, ഈ ബുദ്ധിരേഖ ആയുർരേഖകളും കൂടെ ഒറ്റ രേഖയായിട്ട് ചേർന്ന് ഇത്രയും ദൂരം സഞ്ചരിക്കുക, ഇത്രയും ദൂരം ചേർന്ന് ഒട്ടിച്ചേർന്ന് സഞ്ചരിക്കുക. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനെ രേഖയുള്ളവന് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റീചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ആ വർക്കിൽ ഉറപ്പായിട്ടും തെറ്റുകുറ്റങ്ങൾ വരാൻ സാധ്യതയാണ്. ഇങ്ങനെ രേഖയുള്ള ആർട്ടിസ്റ്റുകളുണ്ടാകും, അല്ലെങ്കിൽ കലാകാരന്മാരുണ്ടാകും. ഇവർ ക്രിയേറ്റിവിറ്റി അല്പം കൂടുതലായിരിക്കും. അല്ലെങ്കിൽ പല രീതിയിലുള്ള വർക്കുകൾ ചെയ്യുന്നവരുണ്ടായിരിക്കും. ആരുമായിക്കോട്ടെ, പല കണക്ക് സംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവരായിരിക്കാം, ഏത് ഫീൽഡും ആയിക്കോട്ടെ. ഇവരൊരു വർക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്താൽ, അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നുകൂടെ 1 2 തവണ റീചെക്ക് ചെയ്യണം. ഒന്നുകൂടി റീചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ അതിൽ തെറ്റുകൾ കടന്നുകൂടാ. അപ്പോൾ ഈ രേഖയുള്ളവർ ശ്രദ്ധിച്ച് അവരുടെ ജോലി വലിയ ഗുണം ചെയ്യും, വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അത് ഒരു വർക്കിൽ തന്നെയല്ല, ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ അതൊന്ന് വിശകലനം ചെയ്തോണം, അതവർക്ക് ഗുണം ചെയ്യും. 2, ഇങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഒരു ഭയം എപ്പോഴും ഉണ്ടാകാം. എന്തോ സംഭവിക്കാൻ പോകുന്നൊരു ഭയം. എന്തും ചെയ്യുമ്പോൾ അത് തെറ്റുമോ, അല്ലെങ്കിൽ അത് ഏതൊരു കാര്യം ചിന്തിക്കുമ്പോൾ ഇവർ ആദ്യം ചിന്തിക്കുന്നത് ആ കാര്യം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ആ കാര്യം നശിക്കുമോ, അങ്ങനെ ഒരു ചിന്ത ഇവർക്ക് കൂടുതലും. ഇവർക്കൊരു പോസിറ്റീവ് ചിന്താഗതി, ശുഭാപ്തി വിശ്വാസം കുറവായിരിക്കും എന്നുള്ളതാണ്. ഭയമായിരിക്കും കൂടുതലും. അപ്പോൾ അതിനേറ്റവും നല്ലത് ഭദ്രകാളിയുടെ മന്ത്രം ജപിക്കുന്നതാണ്. അതായത് രാവിലെ കുളിച്ചീറനോടെ വസ്ത്രം കൊടുത്തുകൊണ്ട് കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടനെഞ്ചി തൊട്ടു ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഇത് 3 തവണ ജപിച്ച് കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ ഹൃദയത്തിൽ ധ്യാനിച്ചു. അമ്മ എനിക്ക് ധൈര്യം നൽകണേ, അമ്മ എനിക്ക് സമ്പത്ത് നൽകണേ, എനിക്ക് ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് തല ഓർത്തുക, വലുതുകാലം വെച്ചിറങ്ങുക. ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യണം. ഒരുപാട് നേരം ഈറനായിട്ടൊന്നും നിൽക്കണ്ട. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? വസ്ത്രം എടുത്തുകൊണ്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇത് നിത്യേന ചെയ്യുക. ആ വ്യക്തിക്ക് എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്നത് ഇത് ആയുർരേഖയാണ്, ഇത് ബുദ്ധിരേഖയാണ്. കണ്ടല്ലോ, ഇത് വിധിരേഖയാണ് അല്ലെങ്കിൽ ഭാഗ്യരേഖ. രണ്ടും ഒന്ന് തന്നെയാണ്, വിധിരേഖ അല്ലെ ഭാഗ്യരേഖ. അപ്പം ഇത് കാണുന്നത് മറ്റൊരു ഭാഗ്യരേഖയാണ്, അല്ലെങ്കിൽ ഒരു ഭാഗ്യരേഖയാണിത്, അല്ലെ സൂര്യരേഖയെന്നും പറയാം. ഏതായാലും ഇതൊരു ചെറുരേഖയാണ്, ഇത് വലിയ രേഖയല്ല. അപ്പോൾ ഈ വിധിരേഖയോടെ അല്ലെ ഭാഗ്യരേഖയോട് ചേർന്ന ഒരു ചെറുരേഖ, അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. ഇങ്ങനൊരു രേഖ കാണുക. ഈ രേഖയെ 2 രേഖയും കൂട്ടി ഒരു രേഖ കുറുകെ കട്ട് ചെയ്യുക. ഇത് ഈ ബുദ്ധിരേഖയ്ക്ക് താഴെ ആയിരിക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ചിലപ്പം ഡൈവേഴ്സിലേക്ക് വരെ വന്ന കേസുകെട്ടുകളുണ്ട്. പക്ഷെ അങ്ങനെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് വിവാഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ചിലപ്പോൾ ഉണ്ടാകാം, അത് ഉണ്ടാകാൻ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ വിവാഹ ജീവിതത്തിൽ ശ്രദ്ധിക്കുക, ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കുക, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. പിന്നെ ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം, വെള്ളിയാഴ്ച അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ രാവിലെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ഐക്യമത്യാർച്ചന ചെയ്യണം, നല്ലതാണ്. പിന്നെ ഒരു 3 മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഒന്ന് മലയാള മാസം ആദ്യ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെള്ളിയാഴ്ചയോ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി വഴിപാട് ചെയ്യുന്നുള്ളതാണ്. ഭാര്യയുടെ പേരും ഭർത്താവിൻ്റെ പേരും ഒരു കുഴപ്പമില്ല. അത് ആവർത്തിക്കണം. ഒരു 4 മാസത്തിലൊരിക്കൽ ചെയ്താലും മതി. മലയാള മാസം ആദ്യ വെള്ളിയോ മാസത്തിൽ ഏതെങ്കിലും ഒരു വെള്ളി.
ഈ ശിവക്ഷേത്രത്തിൽ പറഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ കാര്യവും ഭദ്രകാളി ക്ഷേത്രത്തിൽ പറഞ്ഞ കാര്യം സാധിക്കുന്ന പോലെ ആവർത്തിച്ചാൽ ഒരു കുഴപ്പവുമില്ലാതെ കുടുംബജീവിതം ഏറ്റവും സന്തോഷമായി, സമാധാനമായി, ഏറ്റവും മനോഹരമായി, ഏറ്റവും സമ്പത്തിൽ മുന്നോട്ട് ഞാൻ പറഞ്ഞ് ചെയ്ത് പോകുന്നവരുണ്ട്. ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഈ പറയുന്ന മുഴുവൻ സാമാന്യ ഫലങ്ങളാണ്. അങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എങ്കിലും ചിലർക്കെങ്കിലും അങ്ങനെ ഉള്ള സാധ്യതകളുണ്ട്. നമ്മളത് ശ്രദ്ധിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഇനിയും പറയാൻ പോകുന്നത്, ഇപ്പോൾ ഇത് ആയുർരേഖയാണ്, ഇത് ബുദ്ധിരേഖയാണ്. ഈ ബുദ്ധിരേഖ ഇങ്ങനെ ലോങ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ ലോങ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഇത് ലോങ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത്തരക്കാർക്ക് മാത്തമാറ്റിക്, അരിത്തമെറ്റിക്, ലോജിക്ക്, കാൽക്കുലേഷൻ, ഫിനാൻസ്, എൻജിനീയറിങ് ഇങ്ങനെയുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് കൂടുതലാണെന്നുള്ളതാണ് പറയുന്നത്. അവർക്കൊരു എൻജിനീയർ ആകാൻ, ഒരു മാത്തമാറ്റിക്കലായിട്ടുള്ള ജോലി ചെയ്യാൻ, ഒക്കെ കാൽക്കുലേറ്റബിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവ് കൂടുതലാണ്. അവനെ കൊണ്ട് ഹോട്ടൽ മാനേജ്മെൻറ്റിന് ചേർത്താൽ എങ്ങനെ ഇരിക്കും? ജോലി ചെയ്യുമെന്ന് വെച്ചാൽ ജോലി ചെയ്യും, ചിലപ്പോൾ ശമ്പളം കിട്ടിയെന്നിരിക്കും, പക്ഷെ അവൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല. അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും അവനൊരു ഒരു ഒരു സ്വയം ഞാൻ ചെയ്യുന്ന തൊഴിൽ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അവനവന് ചേർന്ന തൊഴിൽ ചെയ്യുന്നവരാണ് ഭാഗ്യവാന്മാർ. അപ്പം പലരും അവനവന് ചേർന്ന മേഖലകളിലല്ല പലരും പ്രവർത്തിക്കുന്നത്. അങ്ങ് ചെന്ന് അതിലൊക്കെ പെട്ടുപോകും, അല്ലെങ്കിൽ കൂട്ടുകാർ പറഞ്ഞത് കേട്ടങ്ങ് പഠിക്കും. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് പലരും. പക്ഷെ കുറച്ചാളുകൾ മാത്രമേ അവനവന് പറ്റുന്ന മേഖലകളിൽ പ്രവർത്തിക്കാറുള്ളൂ. അവരാണ് ഏറ്റവും ഭാഗ്യവാന്മാരും. അവർക്കൊരു സംതൃപ്തി ഉണ്ടാകും. അപ്പോൾ ഈ രേഖയിലുള്ള കഴിവ്, ഗുണമാണ് ഞാൻ പറഞ്ഞത്. അരിത്തമാറ്റിക്, ലോജിക്ക്, കാൽക്കുലേഷൻ ഇതിനൊക്കെയുള്ളൊരു കഴിവ് കാണും. അപ്പോൾ അത് ആവശ്യമുള്ളവരെ പ്രയോജനപ്പെടുത്തിയാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, നല്ല ഔട്ട്പുട്ട് കിട്ടും, ക്രിയേറ്റിവിറ്റി കിട്ടും, ജീവിതം ഏറ്റവും സന്തോഷമായിരിക്കും, റിച്ച് ആയിരിക്കും. അപ്പോൾ അത് ആവശ്യമുള്ളവർ പെടുത്താതിരിക്കാൻ ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനിയും ഇത് കണ്ടോ, ബുദ്ധിരേഖ ഈ ഭാഗത്ത് ഒരു ചെറിയ ഒടിവ് പോലെ, ഒരു ടേൺ പോലെ, ഒരു ടേണിംഗ് ആയിട്ട് ഒരു ഒടിവ് പോലെ ഒന്ന് ടേൺ ചെയ്ത് താഴേക്ക് പോവുകയാണ്. അപ്പം ബുദ്ധിരേഖ തന്നെ ഇങ്ങനെ വന്നു ഇവിടെ ഒരു ചെറിയൊരു ടേണിങ് സംഭവിക്കുന്നു, ഒരു ഒടിവ് പോലെ. ഇങ്ങനെ ഇത് ആരോ കൊണ്ട് കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ബുദ്ധിരേഖയിൽ ഒരു ഒടിവ് സംഭവിക്കുകയാണെങ്കിൽ അത്തരക്കാർക്ക് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ്, അല്ലെങ്കിൽ എംബ്രോയിഡറി വർക്ക്സ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഡിസൈനിങ് കാര്യങ്ങളും ചെയ്യാൻ കഴിവ് കൂടുതലാണ്. മികച്ച ബിടെക് സിവിൽ എഞ്ചിനീയർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മികച്ച ബിൽഡിങ്ങുകൾ ഡിസൈൻ ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കഴിവുള്ളവരാണ്. അപ്പോൾ ഇവർക്ക് ഒരു ഡിസൈനിങ് എബിലിറ്റി, അതൊരു കെട്ടിട നിർമ്മാണമായിക്കോട്ടെ, ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, സാധാരണ സിവിൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഇൻറ്റീരിയർ ഡിസൈനിങ് ആയിക്കോട്ടെ, അതുപോലെ ഫാഷൻ ഡിസൈനിങ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഡിസൈനിങ്ങിനും കഴിവുണ്ടായിരിക്കും. അല്ലാതെ മറ്റൊരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫിനാൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും കഴിവ് ഉള്ളവർ തന്നെയാണ്. ഫിനാൻസ് സംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ, പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ, ഫിനാൻസിൽ പുതിയ മാറ്റങ്ങൾ, ഒരു ഫിനാൻസ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു MBA-കാരനായിട്ട്, അല്ലെങ്കിൽ ഒരു ഫിനാൻസ്, അല്ലെങ്കിൽ ബാങ്ക്, ഇങ്ങനെയൊക്കെ സംബന്ധമായിട്ട് പ്രവർത്തിക്കാനും ഈ 2 സ്കില്ല് അല്ലെങ്കിൽ 2 എബിലിറ്റിയാണ് ഈ രേഖയിൽ ഞാൻ കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആവശ്യം ഉള്ളവർക്ക് അത് മനസ്സിലാക്കാം. അത് കഴിവുകൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, ബുദ്ധിരേഖയിലെ രഹസ്യങ്ങൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇനിയും ബുദ്ധിരേഖ വളവോടുകൂടി കാണുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്നു. ഇങ്ങനെ ബുദ്ധിരേഖ വളവോടുകൂടി കണ്ടു കഴിഞ്ഞാൽ മികച്ച മാനേജർമാർ, ഇവർക്ക് കൺസൾട്ടിങ്, അഡ്വൈസിങ് എബിലിറ്റി കൂടുതലാണ്. മികച്ച ടീച്ചർമാർ, മികച്ച മാനേജർമാർ, അല്ലെങ്കിൽ നമ്മളെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തികൾ, നമ്മളെ അഡ്വൈസ് ചെയ്യാൻ കഴിവുള്ള വ്യക്തികൾ, ഇവരേത് മേഖലയാണ്. കൺസൾട്ടിങ് എബിലിറ്റി, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണുവാനും ഒക്കെ ഉള്ള ഒരു സ്കില്ല് ഇവർക്ക് കൂടുതലായിരിക്കും, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഈ രേഖയുള്ളൊരു ഡോക്ടർ ആണെങ്കിൽ അയാൾ മികച്ച ഒരു ഡോക്ടർ മാത്രമല്ല, മികച്ച രീതിയിൽ ആളുകളോട് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും അവർക്ക് ആശ്വാസം പകരാനും കഴിവുള്ള ഒരു വ്യക്തി കൂടിയായിരിക്കും. മികച്ച ഡോക്ടർ എന്നുപരി മികച്ചൊരു അഡ്വൈസർ കൂടിയായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഡോക്ടറുടെ കയ്യിലാണ്, ആ ഡോക്ടറെ ആയിരിക്കും ജനങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പറഞ്ഞാൽ മനസ്സിലാകും. ഇനി ഇങ്ങനെയുള്ള ഒരു മറ്റൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായിക്കോട്ടെ, ഒരു കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിക്കോട്ടെ, അയാളെ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടും. കാരണം അയാൾക്ക് മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് അഭിനയിക്കാനുള്ള കഴിവുണ്ടായിരിക്കും, മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ വളഞ്ഞ ഈ ബുദ്ധിരേഖയെന്ന് വെച്ചാൽ അത് ഭാവന കൂടുതലായിട്ട് പ്രയോജനപ്പെടും ഇവർക്ക്. ഇത് ചന്ദ്രമണ്ഡലമാണ്. ചന്ദ്രമണ്ഡലം
ഈ ചന്ദ്രമണ്ഡലമായിട്ട് ബുദ്ധിരേഖയ്ക്ക് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഭാവനയെന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ വർക്കാകും. മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരേത് തൊഴിൽ ചെയ്താലും മറ്റുള്ളവരുടെ പ്രശ്നത്തിന് കൃത്യമായിട്ട് സോൾവ് ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ഇവർ അഡ്വക്കേറ്റ് ആയാലും ഡോക്ടറായാലും അല്ലെങ്കിൽ ഏത് എഞ്ചിനീയർ ആയാലും ഏതാണേലും ആ പ്രശ്നത്തിനനുസരിച്ചൊരു പരിഹാരം കണ്ടെത്താനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ രേഖ തന്നെ മാത്രം ഇങ്ങനെ ഉള്ളതുകൊണ്ട് അങ്ങനെ കഴിവുണ്ടാകുമെന്ന് അർത്ഥമില്ല. മറ്റുള്ള രേഖകളും മറ്റുള്ള മണ്ഡലങ്ങളും അവനവൻ ജനിച്ച സമയവും ഗ്രഹസ്ഥിതി എല്ലാം ആശ്രയിച്ചിരിക്കും. ഇത് സാമാന്യമായി പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. ഇതൊരു ഇത്തരത്തിലുള്ള ചെറിയ ഒരു കഴിവ് ലഭിക്കാനുള്ളൊരു സാധ്യത ഇങ്ങനെയുള്ളവർക്ക് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഈ രേഖ കൊണ്ട് മാത്രമേ കഴിവ് ലഭിക്കണമെന്നില്ല. പക്ഷേ ഈ രേഖയുള്ള ഇവർക്ക് മറ്റു ഘടകങ്ങളോട് ഗ്രഹസ്ഥിതിയും മറ്റു കൈല രേഖകളും മണ്ഡലങ്ങളും ഒക്കെ അനുകൂലമായ ഈ കഴിവ് കൂടുതലായിട്ട് പ്രയോജനപ്പെടുമെന്നുള്ളതാണ്. ഇത് ബുദ്ധിരേഖയാണ്. ഇപ്പോൾ ഈ ബുദ്ധിരേഖയിൽ ഇത് കണ്ടോ, ബുദ്ധിരേഖയുടെ ഈ ഭാഗത്ത്, അതായത് ബുദ്ധിരേഖയുടെ അവസാന ഭാഗത്ത് 2 ശാഖ കാണുക. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും മീഡിയ പ്രവർത്തനം, മീഡിയ ആങ്കർ, സ്റ്റേജ് പെർഫോമർ, അതുപോലെ പത്രം ജേർണലിസ്റ്റ്, മീഡിയ ഒക്കെ പ്രവർത്തിക്കാൻ ഇവർക്ക് ഭയങ്കര കഴിവായിരിക്കും. ഇവർക്ക് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്, കൺവിൻസിങ് പവറാണ്. ആളുകളെ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് കണ്ടെത്തി അതിനെ ആർഗ്യൂ ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്, വാദിക്കാനുള്ള കഴിവ് കൂടുതലാണ്. ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള കഴിവ് കൂടുതലാണ്. ഇവരൊരു കാര്യം പറഞ്ഞ് അത് ഇവരുടെ രീതിയിലാക്കാനുള്ള കഴിവ് ഇവർക്ക് വളരെ കൂടുതലാണ്. ആ ഒരു കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. അനലൈസിങ് കപ്പാസിറ്റി കൂടുതലാണ്. സ്ക്രൂട്ടനൈസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. ഏത് കാര്യം ആഴത്തിൽ പഠിക്കാനുള്ള കഴിവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും മികച്ച ഫീൽഡ് മീഡിയ പ്രവർത്തനം, ജേർണലിസ്റ്റ്, ആങ്കറ്, സ്റ്റേജ് പെർഫോമറ്, ടീച്ചറ്, അഡ്വക്കേറ്റ്, പിന്നെ ഡോക്ടറ്, ഏത് മേഖലയും ഇതുപോലെയുള്ള നമുക്ക് സൂക്ഷ്മമായിട്ടൊരു കാര്യം പഠിച്ച് ചെയ്യേണ്ട ഏത് മേഖലയും വളരെ ഭംഗിയായിട്ട് ചെയ്യാനുള്ളൊരു കഴിവ് നൽകുന്നതാണ്. മികച്ച ടീച്ചർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, മികച്ച മാനേജർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഈ രേഖയുള്ള മികച്ച മീഡിയ പ്രവർത്തകരുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്, പത്രത്തിൽ പ്രവർത്തിക്കുന്നവർ. പക്ഷേ ഇവരൊക്കെ ഈ കഴിവിനനുസരിച്ച് ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ അവരുടെ മറ്റ് കൈരേഖയിലെ മണ്ഡലങ്ങളും മറ്റു രേഖകളും ജനിച്ച സംഖ്യാജ്യോതിഷം അനുസരിച്ചും പിന്നെ ഗ്രഹനില അനുസരിച്ചും ഏതെങ്കിലും ഭാഗ്യ തടസ്സം ഉണ്ടെങ്കിൽ അതും കൂടി ആ ഒരു തടസ്സം കൂടെ നീക്കുമ്പോഴാണ് കഴിവുള്ള വ്യക്തി ആ ഒരു ഉയർച്ചയിലേക്ക് വരുന്നത്. എത്രയോ കഴിവുള്ള വ്യക്തികളുണ്ട്, അവരെല്ലാം ആ ഉയർച്ചയിലേക്ക് വരണമെന്നില്ല. അത് ചില ഭാഗ്യ തടസ്സങ്ങൾക്കുണ്ടായിരിക്കും. അതിനുള്ള കാര്യങ്ങളിലൂടെ ചെയ്തു പോയാൽ നന്നായിരിക്കും. ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഹൃദയത്തിൽ ആ പരിശുദ്ധിയോടെ നന്മയോടെ എൻ്റെ ഈശ്വരൻ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. രാവിലെ 6 മണിക്ക് 7 മണിക്കും ഇടയ്ക്ക് ഈശ്വരൻ നൽകിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയുക. പിന്നെ ക്ഷേത്രത്തിൽ പോയി പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. കൃഷ്ണന് വ്യാഴാഴ്ച ഭാഗ്യസ്വത്വ പുഷ്പാഞ്ജലി ചെയ്യുക. ഭദ്രകാളി അമ്മയ്ക്ക് വെള്ളിയാഴ്ച കടുംബായുസവും ചെമ്പരത്തിമാല അല്ലെ ഭാഗ്യസ്വത്വ പുഷ്പാഞ്ജലി ചെയ്യാം. മലയാള മാസം 1-ാം തീയതി അല്ലെങ്കിൽ മാസം ഏതെങ്കിലും ദിവസം ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ വണങ്ങി ഇഷ്ടമുള്ള വഴിപാട് ചെയ്യാം. പിന്നെ പറ്റുന്ന പോലെ സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ തന്നെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇനിയും പറയാൻ പോകുന്നത് ഇത് ആയുർരേഖയാണ്, ഇത് ബുദ്ധിരേഖയാണ്, ഇത് ഹൃദയരേഖയാണ്. കണ്ടല്ലോ, ഒന്നുകൂടെ പറയാം. ഇത് ഹൃദയരേഖ, ഇത് ഹൃദയരേഖ, ഇത് ബുദ്ധിരേഖ ഉണ്ടല്ലോ, ഇത് ആയുർരേഖ. അപ്പോൾ ഈ ആയുർരേഖയും ബുദ്ധിരേഖയും ഈ ചൂണ്ടുവിരലിന് താഴെ ഈ ആയുർരേഖയിൽ നിന്നും മാറി ബുദ്ധിരേഖ പുറപ്പെടുന്നു. അതായത് ചൂണ്ടുവിരലിന് താഴെ ഈ ബുദ്ധിരേഖയ്ക്കും ആയുർരേഖയ്ക്കും ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്, ഉണ്ടോ? നല്ല ഗ്യാപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബുദ്ധിരേഖയിൽ നിന്ന് ആയുർരേഖ മാറി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഉള്ള ഫലം എന്താണ്? ഇവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇവർക്ക് കമാൻഡിങ് പവർ വളരെ കൂടുതലാണ്. ഒരാളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ ഭയങ്കര കഴിവാണ്. ഒരു കാര്യം ഒരാളെ കൊണ്ട് പറഞ്ഞ് അനുസരിപ്പിക്കാൻ വളരെ കഴിവാണ്. ഇവർ ഏതൊരു സ്ഥാപനത്തിൻ്റെ ആയിക്കോട്ടെ മികച്ച മേധാവിയാകാൻ ശക്തിയുള്ളവരാണ്, വളരെ മേധാശക്തിയുള്ളവരാണ്, കമാൻഡിങ് പവർ ഉള്ളവരാണ്. മറ്റുള്ളവർ പരാജയപ്പെടുന്നിടത്ത് ഏത് കാര്യവും ഇവർ നേടിയെടുക്കും. മറ്റുള്ളവർ പരാജയപ്പെട്ട് പുറകോട്ട് പോകുന്നിടത്ത് ഇവർ സിമ്പിളായിട്ട് ആ കാര്യം നേടിയെടുക്കും. അങ്ങനെ സ്വതന്ത്ര ബുദ്ധിയുള്ളവരാണ് ഇവർക്ക് നല്ല ഒരു വക്കീലന്മാർക്ക് ഏറ്റവും നല്ലതാണ്.
അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ മറ്റുള്ളവർ ചെയ്യാത്ത വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഇവർ ചെയ്തു കളയും. ഇവർ വിജയം ഉണ്ടാക്കും. മികച്ച രാഷ്ട്രീയ പ്രവർത്തകർ, മികച്ച അഡ്വക്കേറ്റുമാർ, മികച്ച സിനിമ, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നു. മറ്റുള്ളവർക്ക് ചെയ്യാത്ത രീതിയിൽ പെർഫോമൻസ് ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ട്. പിന്നെ അങ്ങനെയുള്ളൊരു കഴിവുള്ളവരാണ്. പിന്നെ ഈ രേഖയ്ക്ക് ചില ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ചില എല്ലാത്തിനും ഗുണവും ദോഷവും ഉണ്ടല്ലോ. ഇത്രയും ഗുണമാവുകയാണെങ്കിൽ ചില ദോഷമുണ്ട്. എന്താണെന്നറിയും? ഒന്ന്, ഇവർക്ക് ഈ ആത്മവിശ്വാസം കഴിവുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ആത്മവിശ്വാസം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യണമെന്നില്ല, പിന്നാട്ടെന്ന് വെച്ചിരിക്കും. അങ്ങനെ ജീവിതത്തിൽ പല അവസരങ്ങളും നഷ്ടപ്പെടാം. നമ്പർ 1. നമ്പർ 2, ഇവർക്ക് അല്പം ഒരു മുൻധാരണ കൂടുതലാണ്, മുൻവിധി കൂടുതലാണ്. ഏതൊരു കാര്യം കേട്ടാലും അല്ലെ ഏതൊരു കാര്യം കണ്ടാലും അതൊന്നുമില്ല ഇതൊന്നുമില്ല എന്നും പറഞ്ഞ് അവരത് മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ നഷ്ടപ്പെടാം. 3, ഇവരേതെങ്കിലും ഒരു വ്യക്തിയെ കാണുമ്പോൾ മുൻവിധിയോടുകൂടിയാണ് പലപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നല്ല സൗഹൃദങ്ങൾ, നല്ല ബന്ധങ്ങൾ ചില നഷ്ടപ്പെടാം. ഇവരൊരു വ്യക്തിയെ കാണുമ്പോൾ ഇവർക്ക് മുൻപരിചയമോ മുന്നനുഭവം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ഒരു വ്യക്തി അനലൈസ് ചെയ്ത് അയാൾ ശരിയല്ല, അയാൾ അങ്ങനെ കണക്കൂട്ടും. പക്ഷേ അങ്ങനെയല്ല. ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ ഏതെങ്കിലും വ്യക്തിയിൽ ഏതെങ്കിലും ഒരു മോശമായ അനുഭവം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ പക്ഷെ ആ വ്യക്തി ഒന്ന് പഠിച്ചിട്ടേ വിലയിരുത്താവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് പലപ്പോഴും സൗഹൃദങ്ങളിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ ഇവർക്ക് ഇച്ചിരി വാശി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുടുംബജീവിതം ഞാൻ വിചാരിക്കുന്ന പോലെ, ഒരു ഭർത്താവാണെങ്കിൽ ഭർത്താവ് വിചാരിക്കും ഞാൻ വിചാരിക്കുന്ന പോലെ എൻ്റെ ഭാര്യ പ്രവർത്തിക്കണം, ഞാൻ വിചാരിക്കുന്നിടത്ത് ഇപ്പം ഒരു ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം ഞാൻ പറയുന്ന ക്ഷേത്രത്തിൽ പോയാൽ മതി, അല്ലെങ്കിൽ ഞാൻ പറയുമ്പം പോയാൽ മതി, ഇങ്ങനെ ചില ഒരു നിർദ്ദേശങ്ങളൊക്കെ ആയിരിക്കും. അത് ഞാൻ വിചാരിക്കുന്ന പോലെ എൻ്റെ ഭാര്യയും മക്കളും പ്രവർത്തിക്കണം, ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കണം. ഇനി ഭാര്യയാണെങ്കിൽ ഭർത്താവ് ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെ മക്കൾ ഞാൻ വിചാരിക്കുന്ന അപ്പുറത്ത് പോകരുത്. മക്കളാണെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുന്ന വരയ്ക്ക് നിൽക്കണം, അല്ലെ കല്യാണം കഴിച്ച മക്കൾ ആ വരയ്ക്ക് നിൽക്കണം, കല്യാണം കഴിച്ച ഭാര്യയും മക്കളും ആ വരയ്ക്ക് നിൽക്കണം എന്ന ചില ഷാഠ്യങ്ങൾ ഇവർക്കുണ്ടാകാം. അതത്ര നല്ലതല്ല. അത് ഒഴിവാക്കണം. മെഡിറ്റേഷൻ ചെയ്യണം, എല്ലാ കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യണം. മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കണം. അപ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. അപ്പോൾ ആ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുക കൂടി ചെയ്യണം. അങ്ങനെ ഇവർക്ക് ചില പിടിവാശികളുണ്ട്. അത് ഒക്കെ അവനവൻ പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ സാമാന്യ ഫലങ്ങളാണ്, ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. ആ നിലയിൽ പറഞ്ഞാണ്. ഇനിയും പറയാൻ പോകുന്നത് ഇപ്പോൾ ഇത് ആയുർരേഖ അല്ലേ, ഇത് ആയുർരേഖ. ഈ ബുദ്ധിരേഖ ഉണ്ട്. ബുദ്ധിരേഖ ഇപ്പോൾ ഇച്ചിരി വളഞ്ഞ് കാണുന്നു, സ്വല്പം വളവ്. ഞാൻ വരച്ചപ്പോൾ ഇച്ചിരി വളവ് കൂടിപ്പോയതേ ഉള്ളൂ. ഇപ്പം ബുദ്ധിരേഖയിൽ ചെറിയ വളവ് ഒന്നോ ഒന്നിലധികം വളവോ കാണുക. ബുദ്ധിരേഖയിൽ ചെറിയോ വലുതോ ആയിക്കോട്ടെ, ഒന്നിലധികം വളവുകളോ ഉണ്ടായിരിക്കുക. ബുദ്ധിരേഖയിൽ ഇതുപോലെ എവിടെയെങ്കിലും ചെറിയ വളവുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് ജീവിതം തകർക്കുന്ന ചില സംഭവങ്ങൾ വന്നു ചേരാം. അത് ചിലപ്പോൾ ഒരു കൂട്ടുകാരുടെ രൂപത്തിലായിരിക്കാം, അല്ല ചിലപ്പോൾ മറ്റു രീതിയിലായിരിക്കാം. എനിക്കങ്ങനെ പല വ്യക്തികളെയും അറിയാം. കാരണം നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ചില കൂട്ടുകെട്ടുകൾ വന്ന് മദ്യത്തിന് പുറകെ പോയി ജോലിയും നഷ്ടപ്പെട്ട് കുടുംബവും പോയി ഒന്നും അല്ലാതായിത്തീർന്ന ചില വ്യക്തികളുണ്ട്. അൺഎക്സ്പെക്റ്റഡായിട്ട് ജീവിതം തകിടം മറിയുന്നവർ. അതാണ് ബുദ്ധിരേഖ വളവ് കണ്ടു കഴിഞ്ഞാൽ. ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. കൃഷ്ണനെ വിളിച്ചാൽ മതി. കൃഷ്ണക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പോകണം, എല്ലാ വ്യാഴാഴ്ചയും പോകണം. ഭഗവാന് നിങ്ങൾക്കിഷ്ടമുള്ള വഴിപാട് ചെയ്യാം. പുരുഷ സൂക്താർച്ചന ചെയ്താൽ മുൻജന്മ കർമ്മദോഷം മാറും. പിന്നെ നിങ്ങൾക്ക് ഭഗവാന് വെണ്ണ സമർപ്പിക്കാം, അല്ലെങ്കിൽ കദളിപ്പഴം സമർപ്പിക്കാം. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്തായാലും പുരുഷ സൂക്താർച്ചന ചെയ്യണം. വിഷ്ണു സഹസ്രനാമാർച്ചനയും കൂടെ ചെയ്യണം. കുടുംബദോഷം കൂടെ മാറും. പുരുഷ സൂക്താർച്ചനയും വിഷ്ണു സഹസ്രനാമാർച്ചനയും എന്തായാലും ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക. ഇത് വ്യാഴാഴ്ച ചെയ്യുക. അതുപോലെ തന്നെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശിയും വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശിയും ഭഗവാൻ കൃഷ്ണനല്ലേ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ രാവിലെ പാൽപ്പായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും പുരുഷ സൂക്താർച്ചനയും ചെയ്യുക. മലയാള മാസം 1-ാം തീയതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസമോ ദൂരെയുള്ള കൃഷ്ണക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും പോകണം. ഭഗവാനെ വണങ്ങണം. നിങ്ങൾക്ക് പറ്റുന്ന വഴിപാടുകൾ ചെയ്യണം. ഇതെല്ലാം സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഒരു കുഴപ്പമില്ല, ഒരു ആപത്തിലും ചാടത്തില്ല. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ താർക്കാൻ പറ്റത്തില്ല. ഏറ്റവും മിടുക്കന്മാരായി, ഏറ്റവും നല്ല കുടുംബത്തോടെ, ഏറ്റവും സന്തോഷവാന്മാരായി, ഏറ്റവും ഐശ്വര്യമുള്ളവരായി ജീവിതം മുഴുവൻ ജീവിക്കാൻ പറ്റും. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. ഇതാവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. ഇതൊന്നും ഒരിടത്തും കിട്ടത്തില്ല. 10,000-ലേറെ കൈരേഖകൾ, ഞാൻ കണ്ട ജീവിതങ്ങൾ, എൻ്റെ തിരിച്ചറിവുകൾ, എൻ്റെ അനുഭവങ്ങൾ, ഇതൊക്കെ പലതും കണ്ണടച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. എനിക്കിതൊക്കെ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് വേറെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല.
അപ്പോൾ ആവശ്യമുള്ളവർ ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല. ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. അതിലെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ല തള്ളിക്കളയാതെ നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യം പറഞ്ഞു. എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ നിരീക്ഷണങ്ങളാണ് പറഞ്ഞു, എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവ ശിവ ശിവ. ഓം കൃഷ്ണായ നമഃ.